കുട്ടികളെ മേലെ രണ്ടാമത്തെ ഭയങ്കര അവിടെയാണ് സ്ഥിരതാമസം. കുറവുണ്ടാക്കണ വെള്ളം ചാടണം. വെള്ളം എല്ലാ സംഗതികളുണ്ട്, അടിപൊളിയാണ്. കുട്ടികളെ മക്കൾ ഇങ്ങോട്ട് പോരുണ്ട്. ഓക്കെ ചങ്ക നിങ്ങളെ പോലെ എല്ലാ സംഗതി ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ചെടികളൊക്കെ നമ്മൾ സംഗതി ഊട്ടി വരും. മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ തേക്ക് മ്യൂസിയം ഉള്ളിലുണ്ട് ആദ്യമായിട്ട് കാണാം കേട്ടോ. സംഗതി തേക്ക് മ്യൂസിയം ഉണ്ട്, തേക്ക് മ്യൂസിയം നമ്മളൊന്ന് അറിയുന്നല്ലാതെ ഇതിലുള്ള ഇങ്ങനത്തെ സംഗതി ഉണ്ടാവില്ല. അടിപൊളി സംഗതി കേട്ടോ. ഒരുപാട് ഫ്ലവർ കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഊട്ടി 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 എന്ന് ഇറങ്ങണ അങ്ങനെ വലുതാക്കി കഴിയില്ല. ഊട്ടി തണുപ്പിൻ്റെ ഒരു കുറവുണ്ട്. ബാക്കി എല്ലാം ഊട്ടി പോയിട്ടുള്ള എല്ലാ സംഗതി, ആ ചെടി, ആ ഗാർഡൻ്റെ സെറ്റപ്പ് ഫുള്ള് നല്ല അടിപൊളി വൈബാണ്. കാരണം വെച്ചാൽ നമുക്കൊരു വില ചാട്ടണം, മലപ്പുറത്തേക്ക് വില ചാട്ടണം. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഊട്ടി തന്നെയാണ്. പക്ഷെ തണുപ്പിൻ്റെ ഒരു കുറവ് മാത്രമല്ലാതെ ബാക്കി ഒരു കുറവ് ഇവിടെ ഇല്ല. നല്ല അടിപൊളി വൈബാണ്. നല്ല ഫ്ലവർ ഗാർഡനൊക്കെ അടിപൊളി ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയാൽ നിങ്ങൾ എന്താ സംഗതി, എല്ലാത്ത ജാതി. ഇവിടെ ആകെ കുറവുള്ള തണുപ്പിൻ്റെ ഒരു കുറവുണ്ട് ഈ ഊട്ടിയിൽ. ബാക്കിയുള്ള സംഗതികളൊക്കെ ഊട്ടിക്ക് ചെന്ന മാതിരിയുള്ള വൈബാ. നല്ല അടിപൊളി ഏരിയ, നല്ല സംഗതികളുണ്ട്. പക്ഷെ ഒരു തണുപ്പിൻ്റെ ഒരു കുറവുണ്ട്. അത് ഊട്ടിയിലോണ്ട് കരുതിക്കാൻ നേരെ ഇതിനുള്ളിൽ കയറിയാൽ മതി. വാ മുത്താളെ നമ്മൾ തേക്ക് മ്യൂസിയത്തിന് ഉള്ളിലുള്ളത് നല്ല രസമുള്ള കാണാൻ പറ്റിയ വൈബിൾ, നല്ല ചെടികൾ, വെള്ളച്ചാട്ടം, രണ്ട് തവളപ്പാക്കൂറും അതവിടെ അങ്ങനെ ഇരിക്കണു. ആരസിനെ പള്ളന്നെ മാതിരി രണ്ട് സാധനം നല്ല രസമാട്ടോ. നല്ല ഈ സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് ഇങ്ങനെ കാണും. പക്ഷെ 4:30 മണി വരെ കഴിഞ്ഞാൽ അതോടുള്ളൂ, പിന്നെ ക്ലോസ് ചെയ്യും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് അടിയിലൊക്കെ ഒന്ന് കയറട്ടോ. നല്ല രസമുള്ള സംഗതികളാണ് തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ. പഴയ കാലത്തെ പണംപെട്ടി കേട്ടാ, രാജാക്കന്മാരും പഴയ കാരണന്മാരൊക്കെ ഉണ്ടായ കാലത്തുള്ള പണംപെട്ടി. എന്ത് ബോക്സാ? പൊട്ടക്കം നിറം തരക്ക്. പൊട്ടക്കല്ല, പൊട്ടകം. ആ പൊട്ടകല്ല.
സെൻട്രൽ ടേബിൾ. ഇവരുണ്ട് എന്റെ കാര്യമില്ല അതെ എനിക്ക് പൈസ കിട്ടിയത് ചാരുവ കസാല ആണ് സാധനം. ഇതൊന്ന് വായിച്ചാ നമുക്ക് വായിച്ചു കൊടുത്താലേ ആ മലയാളം ബുക്കാണ് ഇംഗ്ലീഷ് വായിച്ചോ. ആ റോൾ ടോപ്പ് ബെസ്റ്റ്. വിവരമുള്ള കൂട്ടത്തിൻ്റെ വൈപ്പാണ്. 5-6 ലക്ഷം ഇടുന്നേ നടന്നു പോണ്ട്. ഓരോ കലാകാരന്മാരെ ഓരോ കുത്തുപണികളാട്ടോ ഒക്കെ തേക്കാണ്. കാരണം ഇത് കണ്ടാൽ മനസ്സിലാക്കാം നമുക്ക്. കലാകാരന്മാരെ അടിപൊളി രീതിയിൽ കുത്തി പണിയെടുത്താണ്ട അത് കണ്ണൊക്കെ ആക്കണം. ഫുൾ തേക്ക് ഓരോ ആൾക്കാരെ കഴിവുകളാട്ടോ. പഴയ ആയുധങ്ങളൊക്കെ ആക്കണം. പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങൾ. തേക്കിൻ്റെ ഓരോ കണ്ട ഓരോ 62 വർഷം, 32 വർഷം, 22 വർഷം ഇരുമ്പ് തേക്ക്. 23, 18 ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ തേക്കുകൾ ഒരു സംഗതികളാണത്. ഇപ്പോഴത്തെ കാലത്ത് തേക്ക് ഇട്ടില്ല. കണ്ടാണ് നിങ്ങളെ വല്ലോരു തേക്ക് എന്ന് പറഞ്ഞാൽ ജാതിയാണ്. എത്ര ജാതി മണ്ണുള്ള സാധനം അറിയാം. കണ്ടില്ല ഞങ്ങള് ഒരു 20 ആൾക്കാരെ കെട്ടിപ്പിടിച്ചാലും സാധനം കഴിക്കില്ല. ഇതിന് വേരാണ് തോന്നുന്നുണ്ട്. ഇതിന് വേര് തേക്കിന്റെ വേര് ഏതാ മുതല് അടിഭാഗം ഇതിങ്ങനെ ഓരോ വേര് ഓരോ അടി മാന്തിയിട്ട് ചെത്തിട്ടാ തോന്നുന്നുണ്ട്. ഇജാതി മണ്ണുള്ള സാധനം ഏതാ മുതല് തേക്ക് എന്ന് പറഞ്ഞ സാധനം എന്താണ്. ഇപ്പത്തെ കാലത്തേക്ക് ഇത് തേക്ക് കിട്ടില്ല ചേട്ടാ. നാച്ചുറലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. തേക്ക് തോട്ടങ്ങൾ മണ്ണിൻ്റെ ഘടകങ്ങളെ വ്യക്തമായി സ്വാധീനിക്കുന്ന ജൈവ സംയുക്തങ്ങൾ ചേരുന്നത് അവരെ സംഗതികൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സംഗതികൾ തേക്കിന് പേരാണുണ്ടല്ലോ ഇത്. നല്ല രീതിയിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. കലാകാരന്മാർ വരച്ച ഒരു സംഗതി ആയിട്ടാണ് ഈ മരംകുത്തിയൊക്കെ നിൽക്കണം. അല്ലാത്ത ജാതി. ബഡ്ജറ്റിന് ടൈം കഴിഞ്ഞാൽ നാളെ കേൾക്കുന്നുണ്ടാവും. ക്യാഷ് ഉണ്ട്.